കൂട്ടുകാരന്റെ വലുപ്പം. ഒരു കാട്ടിൽ തുമ്പി എന്ന പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു. തുമ്പിക്ക് കൂട്ടുകാർ ആരുമില്ലാത്തതിനാൽ അവൻ എപ്പോഴും വിഷമിച്ചിരുന്നു. തുമ്പി കൂട്ടുകാരെ തേടി നടന്നു. അവൻ മരക്കൊമ്പിലിരിക്കുന്ന ലീന എന്ന കുരങ്ങിയെ കണ്ടു. ലീന, നീ എന്റെ കൂട്ടുകാരിയാകുമോ? തുമ്പി ചോദിച്ചു. ലീന ചിരിച്ചു. നിനക്ക് മരത്തിൽ ചാഞ്ചാടാൻ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ എങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരനാകും? തുമ്പി സങ്കടപ്പെട്ടു മുന്നോട്ടു നടന്നു. അടുത്തതായി അവൻ കണ്ണൻ എന്ന മുയലിനെ കണ്ടു. കണ്ണ, നീ എന്റെ കൂട്ടുകാരനാകുമോ? തുമ്പി ചോദിച്ചു. കണ്ണൻ പറഞ്ഞു. നിനക്കീ ചെറിയ മാളത്തിൽ കയറാൻ കഴിയില്ലല്ലോ. നീ ഒരുപാട് വലുതല്ലേ. മുയൽ വേഗം മാളത്തിനുള്ളിലേക്ക് പോയി. തുമ്പിക്ക് വീണ്ടും ദുഃഖമായി. തുമ്പി ഒരു കുളത്തിനടുത്തെത്തി. അവിടെ അപ്പു എന്ന തവളയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പു, നീ എന്റെ കൂട്ടുകാരനാകുമോ? അപ്പു പറഞ്ഞു. നിനക്ക് ചാടാൻ അറിയില്ലല്ലോ. ഞങ്ങളെപ്പോലെ തുള്ളിച്ചാടാൻ കഴിയാത്ത ഒരാളെങ്ങനെ എന്റെ കൂട്ടുകാരനാകും? തുമ്പി മനസ്സുമടുത്ത് യാത്ര തുടർന്നു. അടുത്ത ദിവസം കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ പേടിച്ചോടുകയായിരുന്നു. തുമ്പിക്കമല എന്ന കരടിയെ തടഞ്ഞു നിർത്തി. എന്തുപറ്റി? രക്ഷിക്കണേ, വരയൻ എന്ന കടുവ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു. കമല നിലവിളിച്ചു. തുമ്പി ധൈര്യത്തോടെ മുന്നോട്ടു നടന്നു. അവൻ കടുവയെ കണ്ടു. നിർത്തൂ വരയാ, തുമ്പി ശാന്തമായി പറഞ്ഞു. കടുവ തുമ്പിയെ ശ്രദ്ധിക്കാതെ മുന്നോട്ടു വന്നു. തുമ്പി ഒരൊറ്റ ചവിട്ടുകൊടുത്തു. വേദനിച്ച കടുവ പേടിച്ച് ഓടിപ്പോയി. മൃഗങ്ങളെല്ലാം സന്തോഷിച്ചു. വലുപ്പമല്ല കാര്യം, തുമ്പി ഞങ്ങളുടെ നല്ല കൂട്ടുകാരനാകാൻ പറ്റിയ ആളാണ്. എല്ലാവരും വിളിച്ചു പറഞ്ഞു.